നമസ്കാരം. കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് വീണാമണി എന്ന കണ്ണൂർ സ്വദേശിനിയായ ഒരു സ്ത്രീ രംഗത്ത് വന്നിരുന്നു. DNA ന്യൂസിലും അവർ അഭിമുഖം അനുവദിച്ചിരുന്നു. ആ അഭിമുഖത്തിൽ അവർ വളരെ സ്പഷ്ടമായി തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. CPMൻ്റെ ഭീഷണി ഭയന്ന് വീണാമണി 2 മാസത്തോളമായി നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അകന്ന് പല നാടുകളിലായി ചുറ്റി സഞ്ചരിക്കുകയാണ്. അവരിപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ക്രമങ്ങളൊക്കെ നടന്നു വരികയാണ് എന്നാണ് അവരിപ്പോൾ പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ വീണാമണിയെ കാണുമ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ വളരെ ജനത്തിരക്കുള്ള ഒരു സ്ഥലത്ത് ജനങ്ങൾക്കിടയിലാണ് അവർ നിന്നത്. ഒടുവിൽ വളരെ കഷ്ടപ്പെട്ടാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞങ്ങൾ ഷൂട്ടിനായി കൊണ്ടുപോയതും അവർ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞതും ഞങ്ങളത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതും. അന്നും പിരിയുന്ന സമയത്തും അവർ പറഞ്ഞത് എന്നെ CPMകാർ അപായപ്പെടുത്തും എന്നുള്ള ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് അവർ പോയത്. ഇന്നലെ രാത്രി വീണാമണി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഫോൺ എടുത്തപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ഗുരുവായൂരാണ് ഉണ്ടായിരുന്നത്. ഈ ഗുരുവായൂർ വെച്ച് ചില CPMകാർ ഒരു 10-15ഓളം CPMകാർ വന്ന് എന്നെ ക്രൂരമായി മർദ്ദിക്കുകയും എൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു. ഒരുപാട് പേരൊക്കെ കണ്ടുകൊണ്ട് നിന്നിരുന്നെങ്കിലും അവരാരും തന്നെ പിടിച്ചു മാറ്റാനൊന്നും വന്നിരുന്നില്ല എന്നാണ് വീണാമണി പറഞ്ഞത്. ഇതറിഞ്ഞ് പോലീസുകാരെത്തിയതിനു ശേഷമാണ് ഈ മൊബൈൽ ഫോൺ, ഈ ഗുണ്ടകൾ കൈയടക്കി വെച്ചിരുന്ന മൊബൈൽ ഫോൺ തിരികെ വാങ്ങി വീണാമണിക്ക് കൊടുത്തത്. പോലീസുകാരവരോട് പറഞ്ഞത് നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് അഡ്മിറ്റ് ആകാനാണ് പറഞ്ഞത്. പക്ഷേ ആശുപത്രിയിൽ ചെന്ന് അഡ്മിറ്റ് ആകാൻ പോലും അവർക്ക് വിശ്വാസമില്ല. കാരണം അവിടെയും എത്തി ഗുണ്ടകൾ ഉപദ്രവിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തന്നെ അപായപ്പെടുത്തുമെന്നൊക്കെയാണ് ആ പാവം ത്തിൻ്റെ ഭയം. അതുകൊണ്ട് തന്നെ അവർ പോകാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പോലീസുകാർ ഈ ഗുണ്ടകളിൽ നിന്ന് ഫോൺ വാങ്ങി വീണാമണിക്ക് കൊടുത്ത ശേഷം അവർ ആദ്യമായി വിളിച്ചത് തന്നെയാണ്. എന്നോട് പറഞ്ഞത് എങ്ങനെയും ഇതൊന്ന് വാർത്തയാക്കണം, കാരണം ഏത് നിമിഷവും അവരെന്നെ അപായപ്പെടുത്തും, അതുകൊണ്ട് തന്നെ ഇതൊന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം, എനിക്ക് എൻ്റെ ജീവൻ ഏതു സമയവും അപകടത്തിലാണ് എന്നുള്ളതൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത്. അതിനുശേഷം അവർ സിറ്റി പോലീസ് കമ്മീഷണർക്കോ മറ്റോ പരാതി കൊടുക്കാൻ പോവുകയാണെന്ന് ആണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ എത്ര ഗതികേടിലാണ് ആ ഒരു സ്ത്രീയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഈ കണ്ട കാര്യങ്ങൾ പുറത്ത് പറഞ്ഞതിന്, അതിൻ്റെ തെളിവ് സഹിതം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ഒരു സ്ത്രീക്ക് പോലും, ഒരു ദുർബലയായ ഒരു സ്ത്രീ, അവർക്ക് പോലും അവരുടെ ഒരു ശാരീരിക സ്ഥിതിയൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. വളരെ ദുർബലയായ ഒരു സ്ത്രീ, ആരോഗ്യപരമായി വളരെ ദുർബലയായിട്ടുള്ള ഒരു സ്ത്രീ. പക്ഷേ അവരുടെ മനക്കട്ടി അപാരമാണ്. ആ ഒരു ദുർബലയായ സ്ത്രീയെ പോലും 10-15ഓളം പേർ വന്ന് പൊതുസമൂഹത്തിലിട്ട്, പൊതുജനങ്ങളുടെ മധ്യത്തിലിട്ട് മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം അധപതിച്ച ഒരു കൂട്ടമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. CPMകാരുടെ കാര്യമാണ്, നമുക്കതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരത്തിൽ വീണാമണി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം ഏത് സമയവും താൻ തന്നെ അപായപ്പെടുത്തും എന്ന് ആ പാവം ഭയക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനാണ് വീണാമണിയെ ഇത്തരത്തിൽ 2 മാസത്തോളമായി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഊരുവിലക്കിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ CPM ഏർപ്പെടുത്തുന്ന ഊരുവിലക്കിൻ്റെ ഭീകരതയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുപോലെയാണ് കണ്ണൂരിൽ നിന്ന് അവർക്ക് ഒരിക്കലും കണ്ണൂരിലേക്ക് 2 മാസത്തോളമായി അവർ കണ്ണൂരിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അവരുടെ നാടും വീടും ഉപേക്ഷിച്ച് വിട്ടുനിൽക്കുകയാണ്. പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുകയും അത് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും പ്രതിരോധത്തിലാക്കുകയും ചെയ്തതോടെയാണ് ഈ വീണാമണി പാർട്ടിയുടെ കണ്ണിലെ കരടായത് എന്നുള്ളതാണ്. അപ്പോൾ 2 മാസത്തോളമായി വീട്ടിലൊന്നും പോകാതെ അവർ ഇത്തരത്തിൽ ഊരുചുറ്റി നടക്കുകയാണ്. ഏത് സമയവും താൻ അപായപ്പെടും എന്നുള്ളൊരു ഭയപ്പാടോടുകൂടി നടക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. എന്നിട്ട് പോലും അവരുടെ നിലപാടിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്തായാലും വീണാമണി അപായപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലാരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് വീണാമണി തന്നെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം പൊതുസമൂഹം ഒന്നുകൂടി തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് വീണാമണിയുടെ അഭ്യർത്ഥന പ്രകാരം ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.